Good morning to all. I am Bindu teacher, handling social science subject. Today we are going to start our social science lesson 1. ടെക്സ്റ്റ് ബുക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നറിയാം. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് ലെസൺസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമല്ലേ. നമ്മുടെ ഫസ്റ്റ് ലെസൻ്റെ പേര് മെഡീവൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ എന്നാണ്. ഫസ്റ്റ് ഒരു ലെറ്ററാണ്. നോക്കൂ ഫ്രണ്ട്സ്, ഐ ആം ദ റിവർ യമുന. യു മൈറ്റ് ഹാവ് ഹിയർഡ് ഓഫ് മീ. ഐ ആം വൺ ഓഫ് ദ ട്രൈബ്യൂട്ടറീസ് ഓഫ് ദ ഗംഗ, ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഞാൻ യമുന നദിയാകുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ പോഷക നദിയാണ് ഞാൻ. ഐ ഒറിജിനേറ്റ് ഫ്രം ദ യമുനോത്രി ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലുള്ള യമുനോത്രി എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഉത്ഭവിക്കുന്നത്. ഡൽഹി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓൺ മൈ വേ. എൻ്റെ വഴിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിറ്റിയാണ് ഡൽഹി. ദ കുത്തബ് മിനാർ, ദ അയൺ പില്ലാർ ഓഫ് മെഹ്റോളി, ദ ജുമാ മസ്ജിദ്, ദ റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ്, മെനി സച്ച് മെജസ്റ്റിക് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഹിയർ. കുത്തബ് മിനാർ, അയൺ പില്ലാർ ഓഫ് മെഹ്റോളി, ജുമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ ഒരുപാട് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഉള്ള സ്ഥലമാണ് ഡൽഹി. ഡൽഹി ഹാസ് വിറ്റ്നസ്ഡ് ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് സെവറൽ ഡൈനാസ്റ്റീസ്. ഒരുപാട് രാജവംശങ്ങൾ റൈസ് ആൻഡ് ഫാൾ ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഡൽഹി. ഹാവിങ് ടു ലിസൺ ടു വാട്ട് ദ യമുന സ്പോക്ക് അബൌട്ട് ഡൽഹി. എന്താണ് ഡൽഹിയെക്കുറിച്ച് യമുന നദി പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഷാൽ വി ജേണി ഇൻ ടു ദ മെഡീവൽ ഹിസ്റ്ററി ഓഫ് ഡൽഹി. ഇനി നമുക്ക് ഡൽഹിയുടെ മധ്യകാലഘട്ടത്തിലേക്ക് പോകാം. ദ പീരിയഡ് ബിറ്റ്വീൻ CE 8th century and 18th century is generally known as the medieval period in Indian history. ഇന്ത്യ ചരിത്രത്തിൽ CE 8th century മുതൽ 18th century വരെയുള്ള പീരിയഡിനെയാണ് നമ്മൾ മെഡീവൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക്, അക്രോസ് ദ ടോപ്പോഗ്രഫി ഓഫ് ഡൽഹി. ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒബ്സർവ് ദ മാപ്പ് ഗിവൺ ബിലോ. ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. വാട്ട് ആൾ ഇൻഫർമേഷൻ ക്യാൻ യു ഗ്യാദർ ഫ്രം ഇറ്റ്. എന്തെല്ലാം ഇൻഫർമേഷനാണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നത്? ഫസ്റ്റ്, ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ. സെക്കൻഡ്, ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്. തേർഡ്, ഡൽഹി. ഫോർ, യമുന റിവർ. യു ഹാവ് സീൻ ദാറ്റ് ഡൽഹി സിറ്റുവേറ്റഡ് ഇൻ ദ ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ. നിങ്ങൾ കണ്ടില്ലേ ഡൽഹി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. അവിടുത്തെ കൃഷിയുടെ അഭിവൃദ്ധിക്ക് പ്രധാന കാരണമാകുന്നത് അവിടുത്തെ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ, ആ പ്രദേശത്തിൻ്റെ ഫെർട്ടിലിറ്റി, ഫലഭൂയിഷ്ടിയാണ്. ഒബ്സർവ് ദ ലൊക്കേഷൻ ഓഫ് ദ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് മാർക്ക്ഡ് ഓൺ ദ മാപ്പ്. നെക്സ്റ്റ്, ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. ദീസ് മൗണ്ടൻ റേഞ്ചസ് ഹെൽപ്ഡ് ഡൽഹി ടു റെസിസ്റ്റ് ദ ഇൻവേഷൻസ് ഓഫ് എനിമീസ്. ഈ മൗണ്ടൻ റേഞ്ചസ് ഫോറിൻ ഇൻവേഷൻസിൽ നിന്നും നമ്മുടെ ഡൽഹിയെ രക്ഷിച്ചിരുന്നു. ദ മാസീവ് റോക്സ് ഓഫ് ദിസ് മൗണ്ടൻ റേഞ്ചസ് അപ്ലൈഡ് ദ സ്റ്റോൺസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട്സ് ആൻഡ് ബിൽഡിങ്സ്. അവിടെയുള്ള ആ ആരവല്ലി മൗണ്ടൻ റേഞ്ചസിലുള്ള മാസീവ് റോക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡൽഹിയിലുള്ള ബിൽഡിങ്സുകളും ഫോർട്ട്സും എല്ലാം കൺസ്ട്രക്ട് ചെയ്തത്. ദ റിവർ യമുന ഫെസിലിറ്റേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എൻഷ്യൂർഡ് ഇനഫ് വാട്ടർ സപ്ലൈ ഫോർ ഡൽഹി. ഡൽഹിക്ക് വേണ്ടുന്ന വാട്ടർ ട്രാൻസ്പോർട്ടേഷനും വാട്ടർ സപ്ലൈയും എവിടെ നിന്നായിരുന്നു? യമുന റിവറിൽ നിന്നായിരുന്നു. ഇറ്റ് വാസ് ദീസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് അട്രാക്റ്റഡ് ദ റൂളേഴ്സ് ടു ഡൽഹി. ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൊണ്ടാണ് ഡൽഹിയിലേക്ക് ധാരാളം റൂളേഴ്സ് ചെയ്യപ്പെട്ടത്. ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. ലിസൺ. ഇറ്റ് വാസ് അണ്ടർ ദ തോമാർ കിങ്സ് ഹൂ വർ രജപുട്സ് ദ ഡൽഹി ഫസ്റ്റ് ബിക്കേം എ സീറ്റ് ഓഫ് പവർ ഇൻ CE 8th century. CE 8th centuryയിലാണ് ഡൽഹി അധികാര കേന്ദ്രമായി മാറിയത്. തോമാർ കിങ്സ് ആയിരുന്നു ഫസ്റ്റ്. തോമാർ കിങ്സ് രജപുട്സ് ആണ്. ഡൽഹിയിൽ ആദ്യമായിട്ട് ആധിപത്യം സ്ഥാപിച്ചത് അവരാണ്. ബാക്ക് ദെൻ ഡൽഹി വാസ് നോൺ ആസ് ദില്ലിക. ഫോളോയിങ് ദ തോമാസ്, ദ ചൗഹാൻ ഡൈനാസ്റ്റി റൂൾഡ് ഡൽഹി. ഡൽഹി പിന്നീട് അറിയപ്പെട്ട പേര് ദില്ലിക എന്നായിരുന്നു. തോമാസിന് ശേഷം നെക്സ്റ്റ് വന്ന ഡൈനാസ്റ്റി ഏതാണ്? ചൗഹാൻ ഡൈനാസ്റ്റിയാണ്. പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് ദ ചൗഹാൻ ഡൈനാസ്റ്റി. ചൗഹാൻ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. രജപുട്സ് എന്താണെന്ന് ശ്രദ്ധിക്കുക. ദ രജപുട്സ് വേർ ദ ക്ഷത്രിയാസ് ഓഫ് ദ സെൻട്രൽ ആൻഡ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ. സെൻട്രൽ ആൻഡ് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലുള്ള ക്ഷത്രിയാസ് ആയിരുന്നു രജപുട്സ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ദ തോമാസ് ആൻഡ് ദ ചൗഹാൻസ് വർ പ്രോമിനൻറ്റ് എമംഗ് ദം. അതിൽ പ്രധാനപ്പെട്ട രജപുട്സിൽ പ്രധാനപ്പെട്ടവരായിരുന്നു തോമാസും ചൗഹാൻസും. Muhammad of Ghor in the present Afghanistan defeated Prithviraj Chauhan and established his domination over Delhi. Muhammad of Ghor, present അഫ്ഗാനിസ്ഥാനിലെ മുഹമ്മദ് എന്നുള്ള രാജാവ് പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകയും ഡൽഹിയിൽ ഡോമിനേഷൻ സ്ഥാപിക്കുകയും ചെയ്തു.
കുത്തബ്ദീൻ ഐബക്ക് വാസ് ദ കമാൻഡർ ഇൻ ചീഫ്. കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു അപ്പോഴത്തെ കമാൻഡർ ഇൻ ചീഫ്. മുഹമ്മദ് ഓഫ് ഗോറിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് മുഹമ്മദ് ഗോറിൻ്റെ മരണശേഷം കുത്തബ്ദീൻ എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് റൂൾ ഇൻ CE 1206 വിത്ത് ഡൽഹി ആസ് ദ സീറ്റ് ഓഫ് പവർ. കുത്തബ്ദീൻ ഐബക്ക് അദ്ദേഹത്തിൻ്റെ രാജഭരണം സ്ഥാപിച്ചു. എപ്പോഴാണ്? 1206 അദ്ദേഹം ഡൽഹി അദ്ദേഹത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയത്. ദിസ് ഡൈനാസ്റ്റി നോൺ ആസ് ദ മംലൂക്ക് ഡൈനാസ്റ്റി. ആ ഡൈനാസ്റ്റി, കുത്തബ്ദീൻ ഐബക്കിൻ്റെ ആ ഡൈനാസ്റ്റിക്ക് അറിയപ്പെട്ടിരുന്ന പേരാണ് മംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി. സ്ലേവ് ഡൈനാസ്റ്റി മീൻസ് അടിമവംശം. 4 major dynasties ruled Delhi after the decline of Mamluk dynasty, and their rule lasted until CE 1526. മാംലൂക്ക് ഡൈനാസ്റ്റിക്ക് ശേഷം 4 ഡൈനാസ്റ്റീസ് നമ്മൾ ഡൽഹി ഭരിച്ചിരുന്നു. അവർ ആരൊക്കെയാണ് നോക്കാം. ഏതുവരെയായിരുന്നു അവരുടെ പീരീഡ്? 1526 വരെയായിരുന്നു. ദ റൂളേഴ്സ് ഓഫ് ഡൽഹി ബിറ്റ്വീൻ CE 1206 and CE 1526 are known as sultans, and the period of their reign is known as the Sultanate period. 1206 മുതൽ 1526 വരെയുള്ള ആ പീരീഡാണ് സുൽത്താനേറ്റ് പീരീഡ് എന്ന പേരിൽ നമ്മുടെ ഡൽഹിയിൽ അറിയപ്പെട്ടിരുന്നത്. ലുക്ക് അറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. താഴെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ലിസൺ. It chronologically lists the dynasties and the respective major rulers during the Sultanate period. ക്രൊണോളജിക്കൽ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മാംലൂക്ക് ഡൈനാസ്റ്റിയാണ്, നെക്സ്റ്റ് ഖിൽജി ഡൈനാസ്റ്റി, തേർഡ് വൺ തുഗ്ലക് ഡൈനാസ്റ്റി, നെക്സ്റ്റ് സെയ്ദ് ഡൈനാസ്റ്റി, ലാസ്റ്റ് ലോധി ഡൈനാസ്റ്റി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്ലോ ചാർട്ട്, നന്നായി ശ്രദ്ധിക്കണം, ബൈ ഹാർട്ട് ചെയ്യുകയും വേണം. ഫസ്റ്റ് വൺ മാംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി. കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ, ഈ 3 റൂളേഴ്സ് ആയിരുന്നു അതിൽ ഫേമസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഖൽജി ഡൈനാസ്റ്റി, അലാവുദ്ദീൻ ഖൽജി. നെക്സ്റ്റ് തുഗ്ലക് ഡൈനാസ്റ്റി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. നെക്സ്റ്റ് സയ്യിദ് ഡൈനാസ്റ്റി, ഖിസാർ ഖാൻ. നെക്സ്റ്റ് ലോധി ഡൈനാസ്റ്റി, ഇബ്രാഹിം ലോധി. ഇത്രയും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക, 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കുക. നെക്സ്റ്റ് അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.